തുടർച്ചയായിട്ടാണ് വരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് വരും. ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹം എല്ലാം. അതിനെ തുടർന്ന് 1939 കേരളത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രേമേന്ദ്രൻ പറഞ്ഞതിൻ്റെ ഭാഗങ്ങളുടെ അവിടെയുണ്ട്, അതിന് മുമ്പായി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 39 രൂപീകരിക്കുമ്പോൾ എന്തായിരുന്നു കേരളത്തിലെ സ്ഥിതി? ഇവിടെ ഞാൻ പറഞ്ഞ എല്ലാം അതിൻ്റെ ക്രൂരമായ വശം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു നാട്ടിലാണ് 39 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇപ്പം മാർക്സിസം എന്ന് പറയുന്നത് വളരെ ലളിതമായൊക്കെ പറയുന്നുണ്ട് പല ആളുകൾ. അവരൊക്കെ പറയുന്നതും മാർക്സുമായിട്ട് എന്താ ബന്ധം എന്നുള്ളത് എനിക്കറിയില്ല. മാർക്സിസം എന്ന് പറയുന്നത് ആ പ്രത്യയശാസ്ത്രങ്ങളുടെ ബന്ധം എനിക്കറിയില്ല. മാർക്സ് ഒരു കാര്യം പറഞ്ഞു. എന്താണ് മാർക്സ് പറഞ്ഞു? ലോകം മാറിക്കൊണ്ടിരിക്കുന്നു, മാറ്റമില്ലാതെ ഒന്നേ ഉള്ളൂ മാറ്റം. സ്വാഭാവികമാണ്. മാർക്സിന്റെ കാലത്ത് ഒരു സോഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു, ഹെഗലിന്റെ സോഷ്യലിസ്റ്റ്. ചൂഷണത്തിനെതിരായി മനുഷ്യന്റെ മനസ്സിൽ അന്തർലീനമായി കിടക്കുന്ന ഏറ്റവും വലിയ വികാരം, ആ വികാരമാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1939 പാറപ്പുറത്ത് സമ്മേളനം ചേരുമ്പോൾ, ഈ സമ്മേളനം ചേരുമ്പോൾ മാർക്സത്തിന്റെ എല്ലാ വരികളും നോക്കിയാണോ? ഞാൻ കമ്മ്യൂണിസ്റ്റായത് മാർക്സം പഠിച്ചു.